നമസ്കാരം. ഞാൻ പി സി ജെയിംസ്, നിർമ്മല കോളേജ്, കുറവിലങ്ങാട്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ക്വസ്റ്റ്യൻ വേർഡ്സിനെ കുറിച്ച് പറഞ്ഞു. ക്വസ്റ്റ്യൻ വേർഡ്സ് വാട്ട്, വൈ, വെയർ, വെൻ, വിച്ച്, വിച്ച് ഓഫ്, ഹൂ, ഹും, ഹൂസ്, ഹൗ, ഹൗ മെനി, ഹൗ മച്ച്, ഹൗ ലോങ്, ഹൗ ഫാർ, ഹൗ ഓഫൺ, ഇങ്ങനെ പറഞ്ഞു. ഇനി നമുക്കതിൻ്റെ മീനിങ് ഒന്ന് നോക്കാം. വാട്ട്, ഇതിൻ്റെ ശരിയായ ഉച്ചാരണം ഓട്ട്, ഒരു ഓ സൗണ്ട് ചേർത്താം. വാട്ട്. ഇപ്പോൾ ആ ഒത്തിരി ഉച്ചാരണത്തിലേക്ക് നമ്മൾ ഊന്നൽ കൊടുക്കണ്ട, കാരണം അങ്ങനെ വരുമ്പോൾ അത് കൺഫ്യൂസ്ഡ് ആവും. വാട്ട്, എന്ത്, ഏത്. വൈ, എന്തിന്, എന്തുകൊണ്ട്. വെയർ, എവിടെ. വെൻ, എപ്പോൾ. വിച്ച്, ഏത്, ഇതിലേത്. ഹൂ, ആര്. ഹും, ആരെ. ഹൂസ്, ആരുടെ. ഹൗ, എങ്ങനെ. ഹൗ മെനി, എത്ര. ഹൗ മച്ച്, എത്രമാത്രം. ഹൗ ലോങ്, എത്ര നാൾ. ഹൗ ഫാർ, എത്ര ദൂരം. ഹൗ ഓഫൺ, എപ്പോഴൊക്കെ. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത്, ഈ വാട്ട് എന്ന് പറയുന്ന കൂടുതലായി ഉപയോഗിക്കുന്ന ക്വസ്റ്റ്യൻ വേർഡ്, ഇതിൻ്റെ മീനിങ് എന്ത്, ഏത്, ഇങ്ങനെ രണ്ടെണ്ണമുണ്ട്. നമ്മൾ സാധാരണ ധരിച്ചു വച്ചിരിക്കുന്നത് വാട്ടിൻ്റെ അർത്ഥം എന്ത് എന്ന് മാത്രമാണെന്നാണ്. അങ്ങനെ അല്ല. അതുപോലെ നമ്മൾ ഒരെണ്ണം പറഞ്ഞിട്ട് അവിടെ ഒഴിവാക്കിയിട്ടുണ്ട്, വിച്ച് ഓഫ്. ഇത് പഴയ ഇംഗ്ലീഷിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒന്നാണ്. ഇന്നത് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ട് നമ്മളങ്ങനെ ഒഴിവാക്കി. ഇപ്പോൾ ഒന്നുകൂടെ പറയാം. വാട്ട്, വൈ, വെയർ, വെൻ, വിച്ച്, ഇത്രയും നോക്കുക. വാട്ട്, വൈ, വെയർ, വെൻ, വിച്ച്. അതിനുശേഷം ഹൂ, ഹും, ഹൂസ്. ഒന്നൊരുമിച്ച് പറഞ്ഞേ. വാട്ട്, വൈ, വെയർ, വെൻ, വിച്ച്, ഹൂ, ഹും, ഹൂസ്. അടുത്തത് എച്ചിൽ ആരംഭിക്കും. ഹൗ, ഹൗ മെനി, ഹൗ മച്ച്, ഹൗ ലോങ്, ഹൗ ഫാർ, ഹൗ ഓഫൺ. ഒന്നുകൂടെ പറഞ്ഞാൽ ഹൗ, ഹൗ മെനി, ഹൗ മച്ച്, ഹൗ ലോങ്, ഹൗ ഫാർ, ഹൗ ഓഫൺ. ഇനി ഇത് ആദ്യം മുതൽ ഒന്നുകൂടെ പറഞ്ഞാൽ വാട്ട്, വൈ, വെയർ, വെൻ, വിച്ച്, വിച്ച് ഓഫ്, ഹൂ, ഹും, ഹൂസ്, ഹൗ, ഹൗ മെനി, ഹൗ മച്ച്, ഹൗ ലോങ്, ഹൗ ഫാർ, ഹൗ ഓഫൺ. ഇത്ര എണ്ണം പല പ്രാവശ്യം ആവർത്തിച്ച് പറയുമ്പോൾ ആ ക്വസ്റ്റ്യൻ വേർഡ്സ് നമ്മുടെ മനസ്സിലേക്കാവും. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു, ക്വസ്റ്റ്യൻ ഉണ്ടാക്കണമെങ്കിൽ ക്വസ്റ്റ്യൻ വേർഡ് ആദ്യം വേണമെന്ന് പറഞ്ഞു. ഇതിപ്പോൾ കണ്ടു. ഇനി ഇത് ഉപയോഗിച്ച് സെൻറ്റൻസ് ഉണ്ടാക്കുമ്പോൾ വാട്ട്, അത് ഉപയോഗിച്ച് പറയുക. പേരെന്താ, പേര് എന്താണ്. വാട്ട് ഈസ് യുവർ നെയിം, നിങ്ങൾ എവിടെ പോവുക. വെയർ ഡു യു ഗോ, നിങ്ങൾ എന്തുകൊണ്ടാണ് താമസിച്ചേ. വൈ ആർ യു ലേറ്റ്, നിങ്ങൾ എപ്പോൾ വരും. വെൻ വിൽ യു കം. അപ്പോൾ ഇവിടെ എല്ലാം കാണുന്നത് ഈ വാട്ടിന് ശേഷം വാട്ട് ഈസ് യുവർ നെയിം. ഇപ്പോൾ വെയർ ഡു യു ഗോ, ഈ ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞ് ഏതെങ്കിലും ഒരു വാക്ക് വരും. അത്തരത്തിൽ ഉപയോഗിക്കുന്നത് ഓക്സിലറി വേർബ്സ് ആണ്. ആ ഓക്സിലറി വേർബ്സും കൂടി അറിഞ്ഞാലേ നമുക്ക് ക്വസ്റ്റ്യൻ രൂപീകരിക്കുന്നതിനുള്ള രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് വരാൻ പറ്റത്തുള്ളൂ. ഇനി നമുക്ക് ഓക്സിലറി വെർബ് എന്താണെന്ന് കാണാം. ഓക്സിലറി വെർബ് എന്ന് പറഞ്ഞാൽ സഹായക ക്രിയ എന്ന അർത്ഥം. അത് ആം, ഈസ്, ആർ, വാസ്, വെയർ, ഹാവ്, ഹാസ്, ഹാഡ്, ഡു, ഡസ്, ഡിഡ്, ക്യാൻ, കുഡ്, ഷാൽ, ഷുഡ്, വിൽ, വുഡ്, മേ, മൈറ്റ്, മസ്റ്റ്, ഓട്ട്, യൂസ്, നീഡ്, ഡെയർ. ഒന്നുകൂടെ പറഞ്ഞാൽ ആം, ഈസ്, ആർ, വാസ്, വെയർ. അടുത്തത് ഹാവ്, ഹാസ്, ഹാഡ്, ഡു, ഡസ്, ഡിഡ്, ക്യാൻ, കുഡ്, ഷാൽ, ഷുഡ്, വിൽ, വുഡ്, മേ, മൈറ്റ്, മസ്റ്റ്, ഓട്ട്, യൂസ്, നീഡ്, ഡെയർ. ഇത് പലതവണ ഇങ്ങനെ ആവർത്തിച്ച് വരണം. അപ്പോൾ ഒരു ഒറ്റ സ്ട്രെച്ചിൽ അത് പറയാൻ പാകമാകണം. ഇത് ക്വസ്റ്റ്യൻ വേർഡിന് തൊട്ട് ശേഷം വരുന്ന ഒന്നാണ്. ക്വസ്റ്റ്യൻ ഉണ്ടാക്കുമ്പോൾ ആദ്യം ക്വസ്റ്റ്യൻ വേർഡ്, പിന്നെ അതിനുശേഷം ഓക്സിലറി വെർബ്. ഇനി നമുക്കതിൻ്റെ 2-3 ഉദാഹരണങ്ങളിലേക്ക് പോകാം. ഒരാളുടെ പേര് ചോദിക്കുന്നു. നമ്മൾ മുമ്പേ പറഞ്ഞു വാട്ട് കഴിഞ്ഞിട്ട് ഈസ് വന്നു. വാട്ട് ഈസ് യുവർ നെയിം. വെയർ ഡു യു ഗോ. വെൻ വിൽ യു കം. ഹൗ ഈസ് ഇറ്റ്. ഇതൊക്കെ പറയുമ്പോൾ ഈ ക്വസ്റ്റ്യൻ വേർഡിന് ശേഷം ഓക്സിലറി വന്നു എന്ന് കണ്ടു. ഈ ഓക്സിലറി നമുക്ക് ഇതിൽ ഏതെങ്കിലും ചേർക്കാൻ പറ്റത്തില്ല. ഏതിൻ്റെ കൂടെ ഏത് ചേരും. അപ്പോൾ അതിനറിയേണ്ടത് അടുത്തത് സബ്ജക്റ്റ് എന്താണെന്ന് കണ്ടുപോകണം. ഈ സബ്ജക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരു സെൻറ്റൻസിൽ ആരെപ്പറ്റി അല്ലെങ്കിൽ എന്തിനെപ്പറ്റി പറയുന്നു, അതാണ് സബ്ജക്റ്റ്.
അദ്ദേഹം ഒരു ഡോക്ടറാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ചാണ് പറയുന്നത്. ഹി. ആ ഹി വരുമ്പോൾ ഓക്സിലറി ഈസ് ആയിരിക്കണം. എന്നെപ്പറ്റി പറയുമ്പോൾ ഞാൻ, ഐ വരുമ്പോൾ ഓക്സിലറി ആം ആയിരിക്കണം. നീ അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് പറയുമ്പോൾ യു, ആ യു വരുമ്പോൾ ആർ ആയിരിക്കണം. അപ്പോൾ ഐ വരുമ്പോൾ ആം, ഹിയോ ഷീയോ ഇറ്റോ വന്നു കഴിഞ്ഞാൽ ഈസ്, യു വന്നാൽ ആറ്, ദേ വന്നാൽ ആറ്, ഒന്നിലധികം വരുമ്പോൾ ആറ്. ഇനി അതുപോലെ തന്നെ വാസ്, ഐയുടെ കൂടെ കഴിഞ്ഞു എന്ന് കാണിക്കാനാണ് വാസ് ചേരുന്നത്. അതിൻ്റെ പ്ലൂറൽ ഒന്നിലധികം ബഹുവചനമാണ് വെയറ്. അതുപോലെ ഹാവ്, ഹാസ്. ഹാവ് പ്ലൂറല്, ഹാസ് സിംഗുലർ. ഒരെണ്ണത്തെ കാണിക്കുന്നതിന് സിംഗുലർ എന്ന് പറയും. ഒന്നിൽ കൂടുതലെ കാണിക്കുമ്പോൾ അത് പ്ലൂറൽ ബഹുവചനം എന്ന് പറയും. അപ്പോൾ ഹാഡ് എന്ന് പറയുന്നത് പാസ്റ്റാണ്. അതിന് സിംഗുലറും പ്ലൂറലും ഇല്ല. ഡു, ഡസ്. ഡൂവും ഡസും പ്രസൻറ്റ്. അതിൽ ഡു പ്ലൂറല്, ഡസ് സിംഗുലർ. ഡിഡ് പാസ്റ്റ്. ക്യാൻ, കുഡ് കഴിവിനെ കാണിക്കുന്നതാണ്. ഒരു ഫ്യൂച്ചർ ഫീലാണ്. ഐ ക്യാൻ, എനിക്ക് കഴിയും. ഐ കുഡ് എന്ന് പറഞ്ഞാൽ ക്യാനിൻ്റെ പാസ്റ്റാണ്, കഴിഞ്ഞു. ഷാൽ, വിൽ രണ്ടും ഫ്യൂച്ചറിനെ കാണിക്കുന്നതാണ്. ഐ ഷാൽ ഗോ ടു കോട്ടയം. ഐ ഷാൽ, ഐയുടെ കൂടെ ഷാല്, വിയുടെ കൂടെ ഷാല്. യു വരുമ്പോൾ വില്ല്. ഇതിൻ്റെ പാസ്റ്റ് പ്രയോഗങ്ങളാണ് ഷുഡ്, വുഡ്. അതുപോലെ മേ, മൈറ്റ്, മസ്റ്റ്, ആയേക്കാം എന്നൊക്കെയുള്ള അർത്ഥത്തിൽ കാണിക്കുന്നതാണ്. അതിൻ്റെ പ്രത്യേകമായ ഉപയോഗങ്ങൾ പിന്നീട് വരും ക്ലാസ്സുകളിൽ കാണും. ഓട്ട്, യൂസ്, നീഡ്, ഡെയർ. ഇതിൽ ആം, ഈസ്, ആർ, വാസ്, വെയർ, ഹാവ്, ഹാസ്, ഹാഡ്, ഡു, ഡസ്, ഡിഡ് ഈ ഇത്രയും വരുമ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പ് അല്ലെങ്കിൽ പ്രൈമറി ഓക്സിലറി എന്നും, ക്യാൻ മുതൽ ഡെയർ വരെ വരുന്നത് മോഡൽ ഓക്സിലറി അല്ലെങ്കിൽ സെക്കൻഡ് ഗ്രൂപ്പ് ഓക്സിലറി എന്നും പറയും. അപ്പോൾ നമുക്ക് അതിലേക്ക് പ്യുവർ ഗ്രാമറിലേക്ക് പോകുന്നില്ല എന്ന് നമ്മൾ തുടക്കത്തിലേ കണ്ടായിരുന്നു. ഇനി ഇപ്പോൾ പറഞ്ഞു വന്നത് ഒന്നുകൂടെ പറഞ്ഞാൽ, ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കണമെങ്കിൽ ആദ്യം ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിക്കണം. അതിനുശേഷം സന്ദർഭം അനുസരിച്ച് ഇതിലേതെങ്കിലും വേണ്ടി വരും. ഇതാണ് ഓക്സിലറി. അപ്പോൾ ആദ്യം ക്വസ്റ്റ്യൻ വേർഡ് ഒന്ന് റിവിഷൻ നടത്തിയാൽ വാട്ട്, വൈ, വെയർ, വെൻ, വിച്ച്, വിച്ച് ഓഫ്, ഹൂ, ഹും, ഹൂസ്, ഹൗ, ഹൗ മെനി, ഹൗ മച്ച്, ഹൗ ലോങ്, ഹൗ ഫാർ, ഹൗ ഓഫൺ. ഓക്സിലറിയിലേക്ക് വരുമ്പോൾ ആം, ഈസ്, ആർ, വാസ്, വെയർ, ആസ്, ഹാവ്, ഹാഡ്, ഡു, ഡസ്, ഡിഡ്, ക്യാൻ, കുഡ്, വിൽ, വുഡ്, ഷാൽ, ഷുഡ്, മേ, മൈറ്റ്, മസ്റ്റ്, ടോട്ട്, യൂസ്, നീഡ്, ഡെയർ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഫസ്റ്റ് സെക്കൻഡ് രണ്ട് സ്റ്റെപ്പുകളായി. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ വേർഡും ഓക്സിലറിയും കണ്ടു. ഒരു സെൻറ്റൻസ് ഫോം ചെയ്യണമെങ്കിൽ, ഒരാൾക്ക് ഒരു സെൻറ്റൻസ് ഉണ്ടാക്കണമെങ്കിൽ 4 കാര്യങ്ങൾ വേണം. 1 ക്വസ്റ്റ്യൻ വേർഡ്, 2 ഓക്സിലറി വെർബ്. ഇത് രണ്ടും നമ്മൾ കണ്ടു. ഇനി വേണ്ടത് സബ്ജക്റ്റാണ്, അതിനുശേഷം വെർബാണ്. അപ്പം നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ സബ്ജക്റ്റും വെർബും എന്താണെന്ന് കാണും. അതോടുകൂടി ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നതിൻ്റെ റൂള്, ക്വസ്റ്റ്യൻ വേർഡ്, അതിന് തൊട്ട് ശേഷം ഓക്സിലറി, അത് കഴിയുമ്പോൾ സബ്ജക്റ്റ്, പിന്നെ വെർബ്, ഈ 4 കാര്യങ്ങളുമാകും. അപ്പോൾ സെൻറ്റൻസ് ഫോർമേഷൻ എങ്ങനെ രൂപീകരിക്കാം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അത് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.